ഗസയിലെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഇനിയും അവസാനിച്ചിട്ടില്ല. ദീർഘകാല വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പലയിടത്തായി നടക്കുന്നു. ഒന്നും വിജയത്തിലെത്തിയില്ല. കഴിഞ്ഞ ദിവസം 2 ബന്ധികളെ മോചിപ്പിച്ചു ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇന്ന് റഫയിലെ ബോംബിങ്ങിൽ ആക്രമണത്തിൽ 4 ഇസ്രായേലി ബന്ധികൾ കൊല്ലപ്പെട്ടുവെന്ന് അൽ-ഖാസം ബ്രിഗേഡ് വെളിപ്പെടുത്തുന്നു. വലിയ തോതിൽ റഫയിലെ ആളുകൾ തിങ്ങി താമസിക്കുന്ന, ടെൻറ്റുകൾ കെട്ടി താമസിക്കുന്ന സ്ഥലത്താണിപ്പോൾ മാരകമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നത്. അതുണ്ടാക്കാവുന്ന ഒരു കാഷ്വാലിറ്റി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിരിക്കും. അപ്പോൾ ഇപ്പോഴും സമാധാനത്തിൻ്റെ, സമവായത്തിൻ്റെ ഒരു വെടിനിർത്തലിൻ്റെ സാധ്യത തെളിഞ്ഞു വരാത്തത് എന്തുകൊണ്ടായിരിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൗസേന തോന്നുന്നത് എന്തുകൊണ്ടാണ് ഒരു സൊല്യൂഷനിലേക്ക് ഇപ്പോഴത് വരാത്തത്? എന്തുകൊണ്ടായിരിക്കും സൊല്യൂഷനിലേക്ക് വരാത്തതെന്ന് വെച്ചാൽ, അങ്ങനെ സൊല്യൂഷൻ ഉണ്ടാവില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗസയെ സമ്പൂർണ്ണമായിട്ട് തകർക്കുക, അതൊരു ഡെസേർട്ടഡ് ഐലൻഡ് ആക്കുക, നിശേഷം നശിപ്പിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ. പലവട്ടം ഇസ്രായേലിൻ്റെ ലീഡർഷിപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇത് വീണ്ടും ഗസ ധാരാളമായി വാർത്തകൾ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് റഫ എന്ന് പറയുന്നത്. ഈ 22 ലക്ഷം മനുഷ്യർ ജീവിക്കുന്ന ആ ചെറിയ പ്രദേശത്തെ മനുഷ്യരിപ്പോൾ ഈ 22 ലക്ഷവും ഒന്നിച്ചിപ്പോൾ താമസിക്കുന്ന ഒരു ചെറിയ നഗരമാണ് റഫ എന്ന് പറയുന്നത്. അവിടെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് അടിച്ചിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ മാസങ്ങളായി തമ്പടിച്ചിരിക്കുകയാണ്. അവിടെ സാധാരണഗതിയിൽ ഉണ്ടാവേണ്ട ഒരു സൗകര്യമില്ലാത്തൊരു സ്ഥലത്ത് ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു ചെറു സ്ഥലത്ത് താമസിക്കുന്നു. അവർക്ക് വൈദ്യുതിയില്ല, വെള്ളമില്ല. അപ്പോൾ അവർക്ക് നേരെ വീണ്ടും ആക്രമണങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ അത് മനുഷ്യരെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ദൃശ്യങ്ങൾ കണ്ടാണ് ഈ ഷീറ്റിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മേലാണ് മിസൈൽ വന്ന് വീണത്. കഷണമായി തെറിച്ചു പോകും, പീസായി മാറുകയാണ് ഈ കുഞ്ഞുങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ബൈഡൻ വരെ പറയുന്നു റഫ ആക്രമിക്കരുത് എന്ന് പറയുന്നു. റഫ എന്നുള്ളതൊരു ടോക്കിംഗ് പോയിൻ്റായി മാറുന്നു. നമ്മുടെ ഡേവിഡ് കാമറൺ റഫയെ ആക്രമിക്കരുതെന്ന് പറയുന്നു. ഇപ്പോൾ ഇന്നലെ പല പടിഞ്ഞാറൻ നഗരങ്ങളിലും റഫ ആക്രമിക്കരുതെന്നൊക്കെ പറഞ്ഞുള്ള പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒക്ടോബർ മുതൽ തുടങ്ങിയിട്ടുള്ള ഗസ ആക്രമണത്തിൽ ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ധാരാളം കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഏരിയൽ ബോംബിംഗ് തുടങ്ങുന്നു, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കരയാക്രമണം നടത്തുന്നത്. അപ്പോൾ കരയാക്രമണം നടത്തരുത്, ശ്രദ്ധിക്കണം എന്നൊക്കെ ലോകം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇതൊന്നും ഇസ്രായേൽ ഗൗനിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ ചാനലിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബൈഡൻ ഇദ്ദേഹത്തെ .hall എന്ന് പ്രൈവറ്റ് സംഭാഷണത്തിൽ ഈ നെതന്യാഹുവിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് ബൈഡൻ്റെ ഒരു PR എക്സസൈസ് മാത്രമാണ്, ബൈഡൻ തന്നെയാണ് ഈ കൊലയ്ക്കെല്ലാം ഉത്തരവാദി എന്നുള്ളതാണ്. ഇതാണ് നടക്കുന്നത്. ഇസ്രായേൽ എന്താണെന്നുള്ളത് എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ തനി സ്വരൂപം അവർ ഓരോ ദിവസവും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനെയെന്ന് നമ്മൾ ചോദിക്കുന്ന കാര്യമല്ല. ഇസ്രായേൽ ഇങ്ങനെയാണ്, ഇസ്രായേൽ ഇങ്ങനെയുള്ള ഒരു രാജ്യമാണ്, അങ്ങനെ രൂപീകരിക്കപ്പെട്ടൊരു രാജ്യമാണ് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നമില്ല. പിന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഫയിൽ ഉണ്ടായിട്ടുള്ള ഈ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട് ഞാൻ കാണുന്നത്, ഈ 3 മാസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിനുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആധികാരികമായ ഒരു സ്ട്രാറ്റജിക് വിൻ എന്ന് പറയുന്നൊരു സംഭവം, 2 ബന്ദികളെ ജീവനോടെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റി. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആധികാരികമായ ഒരു ടാക്റ്റിക്കൽ ഗെയിൻ ഉണ്ടാകുന്നത്. അത് ഓഫ് കോഴ്സ് ഇസ്രായേലി ലീഡർഷിപ്പിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. റഫയെ കൂടുതൽ ആക്രമിക്കാൻ അവർക്ക് ന്യായവും നൽകുന്നുണ്ട്. ആ നിലക്ക് നമ്മുടെ യുദ്ധത്തിലൊരു നിർണായക സന്ദർഭമാണത്. പക്ഷെ അതേസമയം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പം ഓരോ സന്ദർഭത്തിലും ഇന്നെന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും എന്നൊക്കെ ലോകം ഇങ്ങനെ ശ്വാസമടക്കി പിടിച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷിഫ ഹോസ്പിറ്റൽ വളയുന്നു. അപ്പോൾ ഷിഫയുടെ താഴെ ഇവരുടെ സെൻട്രൽ കമാൻഡിൻ്റെ ടണലുണ്ട്. അപ്പോൾ ഷിഫ വളഞ്ഞും അടുത്ത ദിവസം ഹമാസിൻ്റെ നേതാക്കന്മാരൊക്കെ പിടിക്കപ്പെടും, ബന്ദികളൊക്കെ മോചിപ്പിക്കപ്പെടുമെന്നാണ് ആളുകൾ വിചാരിച്ചത്. പക്ഷേ ഷിഫ വളയുന്നു, അവർ ഹോസ്പിറ്റൽ തകർക്കുന്നു, ഒരു ടണലിലേക്ക് പ്രവേശിക്കുന്നു. വെള്ള ടൈൽസ് പതിച്ച ഒരു ടണലിലേക്ക് ഇസ്രായേലി പട്ടാൾക്കാർ പ്രവേശിക്കുന്നു. റഗേവ്, ഇവരുടെ മിലിറ്ററി സ്പോക്സ്മാൻ അവിടെ വന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഫിനിഷ് ചെയ്യപ്പെട്ടു എന്നായിരുന്നു ആളുകൾ ധരിച്ചിരുന്നത്. പക്ഷേ ഫിനിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ടണൽ ഞങ്ങളുണ്ടാക്കിയാന്ന് യഹൂദ് ബറാക്ക് തന്നെ പിന്നീട് പറയുന്നു. ഇങ്ങനെ ഓരോ ദിവസവും റഫയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫിനിഷ് ചെയ്യപ്പെടും. ഇങ്ങനെയുള്ള ഒരു ബിൽഡപ്പ് ലോകത്തുണ്ടായി വരുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ കാണേണ്ട കാര്യം, പാരീസിൽ നിന്നൊരു
വെടിനിർത്തൽ നിർദ്ദേശം പോകുന്നു. 3 മാസത്തേക്കുള്ള വെടിനിർത്തലാണ് അതിലുള്ളത്. പക്ഷെ സാധാരണഗതിയിൽ ഗസയിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ആളുകൾ വിചാരിക്കുക വളരെ പെട്ടെന്ന് ഹമാസ് ആ ഒരു നിർദ്ദേശത്തോട് പ്രതികരിക്കുമെന്നാണ്, പോസിറ്റീവായിട്ട് പ്രതികരിക്കുമെന്നാണല്ലോ. കാരണം എന്ത് വ്യവസ്ഥകളാണ് ഒരു 3 മാസത്തെ ഒരു ഗ്യാപ്പ് കിട്ടുകയാണല്ലോ. പക്ഷേ അവരെന്താണ് ചെയ്യുന്നത്? അവർ കുറച്ചും കൂടി ടഫർ ആയിട്ടുള്ള കുറച്ചുകൂടി കടുത്ത ഉപാധികൾ വെക്കുകയാണ്. സാധാരണഗതിയിൽ ഇസ്രായേൽ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത ഉപാധികൾ വെക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് നോക്കുന്ന നമുക്ക് അത്ഭുതകരമായുള്ള ആശ്ചര്യകരമായുള്ള കാര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരിതിനെ കാണുന്നത് ഇത് ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഫൈറ്റ് പ്രതിരോധിക്കുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ് ഞങ്ങളുടെ ജീവിതം എന്നവർ വിചാരിക്കുന്നുണ്ടാവും. പഴുത്ത ആപ്പിൾ വീഴുന്നത് പോലെ സ്വാതന്ത്ര്യം ഇങ്ങനെ വീഴും എന്ന് അവർ കാണുന്നില്ല. ഈ ഫലസ്തീൻ മൂവ്മെൻറ്റ്, ഫലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനം എന്ന് പറയുന്നത് ചോരയിൽ കിളിർത്ത് വന്നിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അത് നിലനിൽക്കുന്നത് ചോരയിലാണ്. അത് വളരുകയും പുഷ്പിക്കുകയും ചെയ്യുന്നത് ചോരയിലൂടെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ജനതയാണവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകളെല്ലാം അങ്ങേയറ്റം അസ്വസ്ഥത ഉണ്ടാക്കുന്ന, വിഷമം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. ഇതിലേറ്റവും ദുരന്തം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അന്താരാഷ്ട്ര സമൂഹമാണ്. അന്താരാഷ്ട്ര സമൂഹം എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര രംഗത്തുള്ള ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്, കൂട്ടത്തോടെ തെരുവുകളിൽ വരുന്നുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര നേതൃത്വം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. രണ്ടാമത് അറബ് സമൂഹം ഓഫ് കോഴ്സ് അവരുടെ ഭരണാധികാരികൾ അവരെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവർക്കൊരു പ്രകടനം നടത്തുന്നത് പോലും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്ന നാടുകളാണ്. പക്ഷേ എന്നാലും ഇത്രയും ഈ ഭീകരതകളെല്ലാം ഉണ്ടായിട്ടും ഒരു വലിയ ഒരു ശബ്ദം, ഒരു മാസ് മുന്നേറ്റം അറബ് തെരുവുകളിൽ ഉണ്ടാക്കാത്തത് ആ ജനത അതൊരു മൃതജനതയാണ്, ഒരു ജഡജനതയാണ് എന്ന സന്ദേശമാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, അറബ് ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാസ്റ്റ് ബസ്സാണ്. അവരത് മിസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചരിത്രത്തിലെ വലിയൊരു ദുരന്തമായിരിക്കും. ജിംസിപ്പി, ഇത്രയും ദിവസം പിന്നിട്ട ഈ യുദ്ധം എങ്ങോട്ടാണ്, എവിടെ പോയാണ് അവസാനിക്കുക? എന്താണ് മൊത്തത്തിലൊരു ക്ലാരിറ്റി ഇല്ലാത്ത വിധം അവ്യക്തമായ ഒരു ദുരന്തമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഫലസ്തീനുകളുടെയും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെയും മാത്രം പ്രശ്നമാണ് എന്നാണ്. ഇതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇപ്പോൾ റോഡ് ഇല്ലാതായി കഴിഞ്ഞു. അപ്പോൾ കുറേ അധികം ജനങ്ങൾ തെരുവിലിറങ്ങി. ഒരിക്കലും കഴിഞ്ഞൊരു 20 വർഷത്തിനിടയിൽ ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ ഈ ഫലസ്തീൻ കോസിന് വേണ്ടി ജനങ്ങൾ തെരുവിലുണ്ടായിരുന്നു. അത് ഒരു സർക്കാരുകളുടെയും നയങ്ങളെ സ്വാധീനിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ബൈഡനെ സംബന്ധിച്ച് ബൈഡൻ ഒരു ഇലക്ഷൻ നേരിടാൻ പോകണ ഈ വർഷം. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ തന്നെ റിസ്ക്കിലാണ്. ഈ ഒരു പ്രശ്നത്തിൽ ഇലക്ഷൻ തന്നെ റിസ്ക്കിലാണ്. കാരണം ഇലക്ഷൻ നടക്കുന്ന സമയത്തും ഈ യുദ്ധം തീരുമെന്നൊരു ഉറപ്പില്ല. ആ വാർത്തകൾ പുറത്തു വരുന്നതിൻ്റെയും ഒരു തോത് കുറഞ്ഞിട്ടുണ്ട്. പഴയതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ദൃശ്യങ്ങൾ വരുന്നില്ലല്ലോ. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയകൾ തന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യണം. ട്വിറ്ററും ഫേസ്ബുക്കും റെസ്ട്രിക്റ്റ് ചെയ്യാണ്. ടെലഗ്രാമിൽ പോലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പല ചാനലുകളും എന്ത് ചെയ്യാണ്, അവർ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നില്ല. ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടും സർക്കാരുകളുടെ നയത്തിലും നിലപാടിലും മാറ്റം വരുന്നില്ല. അമേരിക്ക പറഞ്ഞിട്ട് പോലും ഇസ്രായേൽ കേൾക്കുന്നില്ല. അതേസമയം അമേരിക്ക അങ്ങനെ പറഞ്ഞിരുന്നില്ല എന്നൊരു വ്യാഖ്യാനവുമുണ്ട്. ബൈഡനും അത് ആഗ്രഹിക്കുന്നില്ല എന്ന വ്യാഖ്യാനമുണ്ട്. അപ്പോൾ ഇത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അവർ അത് നോക്കിക്കൊള്ളുമെന്ന് കരുതാൻ വഴിയുള്ളൂ. പിന്നെ അറബ് രാജ്യങ്ങൾ, അറബ് റൂളേഴ്സ്, അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് നമ്മളോട് സംസാരിച്ചതാണ്. അവരെന്താണ് ഉള്ളിൽ ആഗ്രഹിക്കുന്നത്, പുറത്തെന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചതാണ്. ഇനി ഞാൻ കാണുന്ന മറ്റൊരു പ്രശ്നം, ഇപ്പോൾ ഈ കാണുന്ന സാധനമുണ്ടല്ലോ, നോർത്ത് ഗസയിൽ നിന്ന് സദേൺ ഗസയിലേക്ക് ആൾ മുഴുവൻ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടതാണ്. അവിടെ നിന്നാണ് 2 ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിച്ചത്. ഇനി അപ്പോൾ നോർത്തേൺ ഗസയിലല്ല ഇവരുടെ സ്ഥാനം, ഇവിടെയാണ്. ബന്ദികളൊക്കെ ഇവിടെ ആയിരിക്കുമെന്ന് കരുതി അവിടെ ആക്രമണം തുടരാനാണ് സാധ്യത. ഇസ്രായേൽ അവിടെ തന്നെ ആക്രമണം നടത്തും, പരമാവധി ആളുകൾ കൊന്നു തീർക്കും. അവിടെ ആയിരിക്കും ബന്ദികളെന്ന് കരുതി അവിടെ ആക്രമണം നടത്തും. അവിടെ നിന്ന് ബന്ദികൾ ലഭിക്കുമോ എന്ന് ശ്രദ്ധിക്കും. ഇസ്രായേലിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഗസ ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. ഗസയിലെ മനുഷ്യന്മാരെ തീർക്കുക, അവരവിടെ നാട്ടിപ്പയക്കുക എന്നുള്ളതാണ്. അത് നടപ്പാക്കുന്നവരെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും. അതുവരെ നെതന്യാഹുവിന് ആ സ്ഥാനത്ത് തുടരാൻ കഴിയും. അങ്ങനെ പല ബഹുമുഖ ലക്ഷ്യങ്ങളുള്ള ഒരു യുദ്ധമാണല്ലോ ഇത്. അതുകൊണ്ട് ഇതിലിനിയിപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ദയ, കാരുണ്യം, പിന്തുണ, ഐക്യദാർഢ്യം ഇതൊക്കെ ഇനി ഫലസ്തീനിൽ പ്രതീക്ഷിക്കുന്നതിൽ കാര്യം ഒന്നുമില്ല. അവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് പോരാടിയേ പറ്റൂ എന്നുള്ളതുകൊണ്ട് അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ തീരുമാനിക്കും ആ യുദ്ധത്തിൻ്റെ ഗതി എന്താവുമെന്ന്. നമുക്ക് അവസാനിപ്പിക്കാം. നാളെ ഇരിക്കാൻ വേണ്ടി. നമസ്കാരം.